ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് സൈക്കോളജിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ സൈക്കോളജി പഠിച്ചുകൊണ്ട് കുറച്ച് ലേണിംഗ് തിയറീസും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളത് എനിക്ക് കുറച്ചും കൂടെ ഞാൻ അധികം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ആർട്ടിക്കിൾസ് റിലേറ്റഡൊക്കെ എന്നെ വന്നായിരുന്നു. അതൊക്കെ ഇതിൻ്റെ കോമ്പറ്റേറ്റീവ് റെക്കറിൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടായിരുന്നു. 2-3 ദിവസം മുമ്പേ ചെയ്തുള്ളൂ. അപ്പം അത് കണ്ടായിരുന്നു. അതിനകത്തുനിന്ന് കുറേ ഹെൽപ്ഫുള്ളായിരുന്നു. കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ICT, പിന്നെ കുറച്ചൊക്കെ കറണ്ട് അഫയേഴ്സും മറ്റേ ഒളിമ്പിക്സ് അതിൻ്റെയൊക്കെ വന്നായിരുന്നു. പിന്നെ ആദ്യത്തെ 2-3 പേജ് വളരെ പാടായിരുന്നു, കാരണം അതെനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ടുവേർഡ്സ് എൻ്റെ വളരെ അത്യാവശ്യം, കാരണം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അത് വെച്ച് എളുപ്പമായിരുന്നു. കാരണം ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് ഒരു 2-3 ദിവസം മുമ്പ് നിങ്ങളുടെ ഒക്കെ മാരത്തൺ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു. കുഴപ്പമുണ്ടായില്ല, നല്ല എക്സാം ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടായിരുന്നോ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ടായിരുന്നു, പിന്നെ പ്രോബ്ലം ഉണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു മിക്സപ്പ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തേനെക്കാട്ടും കുറച്ചും കൂടി നല്ലതായിരുന്നു കമ്പാരിറ്റീവ്ലി. കറണ്ട് അഫയേഴ്സ് ഒക്കെ വന്നിരുന്നോ? കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടായിരുന്നോ? എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റും എല്ലാം. എങ്ങനെ ഉണ്ടായിരുന്നു? പ്രതീക്ഷയിലും ടഫായിരുന്നു. ഫിലോസഫി സൈക്കോളജി ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബാക്കി ജനറലൊക്കെ വന്നത് എക്സ്പെക്ട് ചെയ്ത പോർഷൻസിൽ നിന്നൊന്നും ആയിരുന്നില്ല കൂടുതൽ വന്നത്. ടഫായിരുന്നു. കറണ്ട് അഫയേഴ്സും ടഫായിരുന്നു. പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല വന്നത്. നമ്മൾ നോക്കിയിട്ട് പോയ ടൈപ്പൊന്നും വന്നില്ലായിരുന്നു. ഇല്ല. ഫുൾ ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുൾ ഫോം ഉണ്ടായിരുന്നു. അതൊക്കെ എളുപ്പമായിരുന്നോ? അത് കുഴപ്പമുണ്ടായില്ല. എങ്ങനെയുണ്ടായിരുന്നു ജനറൽ പേപ്പർ? എങ്ങനെയുണ്ടായിരുന്നു? ജനറൽ പേപ്പറിൽ വിചാരിച്ചാലും കുറച്ച് പാടായിട്ടാണ് തോന്നിയത്. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജനറൽ നോളേജ് കുറച്ച് കൂടുതലായ പോലെ തോന്നി. പിന്നെ അതിൽ വന്നേക്കണ മാത്സ് ക്വസ്റ്റ്യൻസും കുറച്ച് ടഫായ പോലെ തോന്നിയായിരുന്നു. പൊതുവേ എനിക്ക് അത്ര ഈസി ആയിരുന്നില്ല. കറണ്ട് അഫയേഴ്സ് ഒക്കെ കറണ്ട് അഫയേഴ്സ് ഒക്കെ അതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. കുറെ കേൾക്കാത്ത ടേംസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. സൈക്കോളജിന്ന് ഫിലോസഫിന്നൊക്കെ അത്യാവശ്യം വന്നിരുന്നു. സൈക്കോളജിന്ന് വന്നിരുന്നു. പക്ഷേ കൂടുതലും ഈ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ജനറൽ അങ്ങനെ റിലേറ്റഡ് ആണ് വന്ന പോലെ തോന്നിയത്. പേരെന്തായിരുന്നു? ഹണി. മാത്സ് ആയിരുന്നു സബ്ജക്റ്റ്. കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ്, PG കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വന്നതിനെ ബുദ്ധിമുട്ട്. കൂടുതൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ചാനലൊക്കെ ഒത്തിരി മാരത്തോണൊക്കെ വീഡിയോസ് മറ്റേ റിവിഷൻസ് ഒക്കെ കാണുമായിരുന്നു. ഞാൻ മറ്റേ ബൂസ്റ്റർ ഇതിലുണ്ടായിരുന്ന കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും പൊതുവെ ടഫായിരുന്നു. ജനറൽ പേപ്പർ ആണെങ്കിലും സബ്ജക്ട് വൈസ് ആണെങ്കിലും ടഫായിരുന്നു. സുവോളജി. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? ജനറൽ പേപ്പർ കുറച്ച് പ്രശ്നമായിരുന്നു, പക്ഷെ സബ്ജക്റ്റ് നല്ലായിരുന്നു, കുഴപ്പമുണ്ടായില്ല. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. അത്യാവശ്യം നന്നായിരുന്നു. എങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തൊക്കെ വന്നിരുന്നു? അതിന് മുന്നത്തെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. ഞങ്ങൾ മെയിൻ സബ്ജക്റ്റ് വരുന്നത് സുവോളജി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് എല്ലാവരും എഴുതുന്നത്. തുടക്കം എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ലായിരുന്നു. നോക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചെടുത്തോളം മനസ്സിലായത് നമുക്കൊരു ഡിഗ്രി ലെവലായിട്ട് തന്നെ നോക്കി പോയിരുന്നെങ്കിൽ, നല്ല രീതിയിൽ നോക്കി പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ കിട്ടുമായിരിക്കും. പക്ഷെ ഇത് വലിയ പ്രതീക്ഷയില്ല. നെക്സ്റ്റ് ടൈം നോക്കണം എന്നുള്ളത് ഇല്ലാ നിൽക്കുന്നത്. പേരെന്തായിരുന്നു? എൻ്റെ പേര് റിവിൻ. ഹിസ്റ്ററി ആയിരുന്നു സബ്ജക്റ്റ്. നല്ല ടഫായിരുന്നു പരീക്ഷ. ഹിസ്റ്ററി.